അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 12/1/2024 ക്ലബ് ഹൗസിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൻ്റെ ആൾക്കാരുമായിട്ട് നടന്ന ഒരു സംവാദത്തിൻ്റെ അവലോകന പരമ്പരയുടെ 3ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞു വന്ന ആളുകളുടെ സംസ്കാരശൂന്യമായ പെരുമാറ്റവും സംസാരവും ആ ഡിബേറ്റിൽ വെച്ച് തന്നെ അവർ പെരുമാറിയ രീതികളെക്കുറിച്ചായിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്. രണ്ടാമത്തെ വീഡിയോയിൽ അവർ എടുത്തു വെച്ച ഒരു വാദം, നിങ്ങൾ പ്രമാണങ്ങൾ തഫ്സീർ, സീറ അതുപോലെയുള്ള പ്രമാണങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു ആരോപണത്തിന് മറുപടി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇതൊരു പരമ്പരയായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൊതുവായ അവലോകനം, രണ്ടാമത്തെ വീഡിയോ ആണ് പാർട്ട് 1 എന്ന് നമ്മൾ കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സൃഷ്ടാവായ ദൈവം ആര്, അപ്പോളജറ്റിക്സ് ആൾക്കാർക്ക് മറുപടി, അപ്പോളജിസ്റ്റുകൾക്ക് മറുപടി എന്ന ഒരു തലക്കെട്ടോടുകൂടി പാർട്ട് 1 എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ആക്ച്വലി അവർ ഇസ്ലാമിനെതിരെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ മുതലാണ്. അതാണ് പാർട്ട് 1 എന്ന് കൊടുത്തത്. ഇത് പാർട്ട് 2, സൃഷ്ടാവായ ദൈവം ആര്, അപ്പോളജിസ്റ്റുകൾക്ക് മറുപടി. ആദ്യം ചെയ്ത വീഡിയോ അത് ജസ്റ്റ് ഒരു പൊതുവായ അവലോകനം എന്ന് മാത്രമാണ്. അപ്പം ഇത് പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അവർ പ്രമാണങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് പ്രമാണങ്ങൾ വിലയിരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു 20 മിനിറ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ എങ്ങനെയാണ് പ്രമാണം, ഇസ്ലാമിൻ്റെ പ്രമാണം എന്തൊക്കെയായിരിക്കണം, അതിൻ്റെ അടിസ്ഥാനം ഖുർആൻ തന്നെയാണ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ വിശകലനം നടത്തി. പിന്നെ ബൈബിൾ എങ്ങനെയാണ് അത് പ്രമാണം, അവരുടെ പ്രമാണത്തിൻ്റെ നിലവാരം എത്രത്തോളം താഴ്ന്നതാണെന്നും അവർക്ക് പ്രമാണത്തിന് ഒരു മാനദണ്ഡമില്ല എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി ഈ വീഡിയോയിൽ അതിനകത്ത് വാരിയർ എന്ന് പറയുന്ന ഒരു അപ്പോളജറ്റ് പറയുന്ന 2 പരാമർശനങ്ങൾ അതിനെടുത്ത് അതിനൊന്ന് വിശകലനം ചെയ്യും. പുള്ളിയുടെ പാർട്ടിൽ വാരിയർ എന്ന ആൾ പറയുന്നുണ്ട്, ഖുർആൻ ഇറക്കിക്കൊടുത്തു എന്ന് ആരോ പറഞ്ഞു എന്ന ഒരു ഇത് നടത്തുന്നുണ്ട്, ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. ഈ ഖുർആൻ എന്ന് പറയുന്നത് ആരോ ഇറക്കിക്കൊടുത്തു എന്നുള്ള ഒരു പ്രസ്താവനയും, രണ്ടാമത്തത് ജിബ്രീൽ വഴി ഇറക്കിയെന്ന് ആരോ പറഞ്ഞു, ഖുർആൻ ജിബ്രീൽ വഴി ഇറക്കിയെന്ന് ആരോ പറഞ്ഞു എന്നൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതെന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തെ പ്രസ്താവന ഇടയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ പുള്ളി വയ്ക്കുന്നുണ്ട്. അള്ളാഹു നേരിട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറഞ്ഞു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ എന്ന് പറഞ്ഞ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. അള്ളാഹു നേരിട്ട് ഈ ഖുർആൻ പ്രവാചകനോട് പറഞ്ഞു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ എന്ന ഒരു വെല്ലുവിളിയും പുള്ളി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 2 ആരോപണത്തിനും ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ ഈ വെല്ലുവിളിയുടെ കാര്യം തന്നെ എടുക്കാം. പുള്ളി ചോദിക്കുന്നത് അള്ളാഹു നേരിട്ട് ഈ ഖുർആൻ പ്രവാചകന് കൊടുത്തു എന്ന് നിങ്ങൾ തെളിയിക്കണം എന്നാണ്. എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം ഖുർആൻ എങ്ങനെയാണ് അവതീർണമായത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ആർക്ക് ഏഞ്ചലായ ജിബ്രീൽ ആണ് അള്ളാഹുവിൽ നിന്നും ഈ മെസ്സേജ് പ്രവാചകന് കൊണ്ട് കൊടുക്കുക. ഖുർആൻ ആദ്യത്തെ വാക്ക് തന്നെ ഇഖ്റ, വായിക്കുക എന്നുള്ള ആ സൂക്തങ്ങൾ മുതൽ മൊത്ത ഖുർആനും ജിബ്രീലാണ് പ്രവാചകന് ഇത് എത്തിച്ചു കൊടുക്കുക. ഖുർആൻ്റെ വഹികൾ, ഖുർആനുള്ള ഓരോ ആയത്തും അള്ളാഹുവിൻ്റെ വാക്കുകളാണത്. അള്ളാഹുവിൻ്റെ വാക്ക് അള്ളാഹു നേരിട്ട് ഭൂമിയിൽ വന്നല്ല പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നത്. ജിബ്രീൽ എന്ന തൻ്റെ മാലാക മുഖേനയാണ് ഇത് കൊടുക്കുക, ഇത് എത്തിച്ചു തരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഖുർആനിലും അങ്ങനെ തന്നെ ഉണ്ട്. പല ആയത്തുകളിലും ജിബ്രീലാണ് ഇത് പ്രവാചകന് ഇറക്കി കൊടുത്തത് എന്നുള്ളത് പലയിടത്തും കാണാൻ പറ്റും. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അങ്ങനെ ഇരിക്കെ നിങ്ങളിത് നേരിട്ട് കൊടുത്തു എന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ അത് ആ ചോദ്യത്തിന് എന്ത് അടിസ്ഥാനമാണോ ഉള്ളതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നതിനകത്താണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത് ജിബ്രീലാണ് ഇറക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് നിങ്ങൾ തെളിയിക്കുക. ഖുർആനിൽ നിന്ന് തെളിയിക്കുന്നത് ഞാൻ തെളിയിക്കാം. ഇത് ജിബ്രീലാണ് ഇറക്കി തന്നത്, അള്ളാഹുവിൻ്റെ വാക്കുകളാണിത് എന്ന് പറയാം. നേരിട്ട് തന്നെന്ന് ഞങ്ങൾ പോലും പറയുന്നില്ല. പിന്നെ അതിനകത്ത് വെല്ലുവിളിക്കുന്നത് എന്തിനാണ്? ഒരു അർത്ഥം ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവരുടെ ആ ചോദ്യത്തിൻ്റെ നിലവാരം ഞാൻ കാണിക്കാമെന്നുള്ളത്, എത്രത്തോളം താഴ്ന്ന നിലവാരമാണ് ഇവർ പുലർത്തിയത് ഈ ഡിബേറ്റിൽ എന്നുള്ളത് ഞാൻ പിന്നീട് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് വെല്ലുവിളിച്ച് ആൾക്കാരെ മുമ്പ് വിളിച്ചിരുത്തിയിട്ട്, ഇത്രയും പേരെ മുമ്പിൽ നിർത്തിയിട്ട് അവർ വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിൽ ഒരു മുസ്ലിം വിശ്വസിക്കാത്ത ഒരു കാര്യം നേരിട്ട് പറഞ്ഞു എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ജിബ്രീൽ വഴിയാണ് ഇത് ഇറക്കിയെന്ന് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. ഞങ്ങൾ വിശ്വാസത്തിനെതിരായ ഒരു കാര്യം തെളിയിക്കാന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഒരു മണ്ടത്തരമുണ്ടോ? ഇത് ഇയാൾ മാത്രമല്ല, ഈ വാരിയർ എന്ന് പറയുന്ന ആൾ മാത്രമല്ല, അവരുടെ വേറൊരു മെയിൻ അപ്പോളജിറ്റായ അജീഷ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ചില ഫേമസ് ആൾ. എങ്ങനെയാണ് ഫേമസ് എന്ന് വെച്ചാൽ ഖുർആൻ്റെ പേപ്പർ വെയിറ്റ് പന്നിയുടെ എല്ലാമാണ് പുള്ളി വെക്കുന്നത്. പുള്ളിയുടെ ടേബിളിൽ, പുള്ളിയുടെ സ്റ്റഡി ടേബിളിൽ ഖുർആൻ്റെ പേപ്പർ വെയിറ്റ് ആയിട്ട്, ഖുർആൻ എന്തിനാ പേപ്പർ വെയിറ്റ് എന്ന് പറയുന്നത്, ഖുർആൻ പറന്നു പോകുന്നൊരു സാധനമല്ല,
എന്നാലും അതിൻ്റെ പുറത്ത് പേപ്പറായിട്ട് ഒടിക്കുന്ന പന്നിയുടെ എല്ലാണ് വയ്ക്കുന്നത് എന്ന് ഒരു പ്രസ്ഥാനം പുള്ളി പറഞ്ഞായിരുന്നു. നമ്മളാരും പറഞ്ഞല്ല, പുള്ളി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും അവരുടെ ആ മതവിദ്വേഷവും ഇസ്ലാമിനോടുള്ള മനസ്സിൽ കൊണ്ടു നടക്കുന്ന വെറുപ്പും വിദ്വേഷവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു വെല്ലുകൊണ്ട് ഖുറാൻ്റെ പുറത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനൊന്നും ആവാനില്ല. നിങ്ങൾക്ക് ആശയപരമായിട്ട് പറയാനൊന്നും ഇല്ലെന്നേ ഇതിൽ നിന്ന് തെളിവാകത്തുള്ളൂ. ആശയപരമായിട്ട് ഖുറാനോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല, മുസ്ലിങ്ങളോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദേഷ്യം ഈ എല്ല് വെച്ചെങ്കിലും തീർക്കാം എന്നാണ് നിങ്ങൾ അവരുടെ മനസ്സിലുള്ളത്. അപ്പം എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ ഇളക്കി വിടുക എന്നുള്ള ഒരു അജണ്ടയോടാണ് ഇവർ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നുള്ള സംഘടന നടത്തുന്നു എന്നുള്ളത് നമ്മൾ പലരും പറയുന്നുണ്ട്. ബന്ധുക്കൾ അവരുടെ വിഭാഗക്കാർ തന്നെ പറയുന്നുണ്ട്. ഇവർ സാമുദായിക ധ്രുവീകരണം നടത്തി തമ്മിൽ ആൾക്കാരെ അടിപിടിപ്പിക്കാനുള്ള ഏതോ ഒരു അജണ്ടയിലാണ് ഇവർ നടത്തുന്നത്. അല്ലാതെ ക്രിസ്തീയ വിശ്വാസത്തിന് പ്രതിരോധിക്കാനോ ഒന്നുമല്ല. ഒരിടത്തും ഒരു പ്രതിരോധിക്കാൻ വന്നിട്ടില്ല. അതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വെച്ചുകൊണ്ടിപ്പോൾ നമുക്ക് എന്തോ പന്നി കഴിച്ചുകൂടാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഓക്കെ, എന്തുകൊണ്ടാണ് ഇപ്പോൾ കഴിച്ചുകൂടാന്ന് പറയുന്നത് എന്നുള്ള ഡിസ്കഷനൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അത് ഇന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ പോലും പന്നിയുടെ ഹാർട്ടാണ് മുഴുവനിലേക്ക് മാറ്റുന്നത്. അതൊക്കെ വെച്ചിട്ട് പറയാൻ പറ്റും നമുക്ക് എന്തുകൊണ്ടാണ് പന്നിയെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ദേഷ്യം തീർക്കാനായിട്ട് ഖുറാൻ്റെ പുറത്ത് ഞാൻ പന്നീർ എല്ലാം കൊണ്ട് വെച്ചെന്ന് പറയുന്ന ആ അപ്പോളജിസ്റ്റ് അജീഷ്. അപ്പോൾ അജീഷ് ആരാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പം അദ്ദേഹവും ഈ പലപ്പോഴുമായിട്ട് ചോദിക്കുന്ന ഏതെങ്കിലും മുസ്ലിം കയറി ചെന്നതിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അള്ളാഹു നേരിട്ട് മുഹമ്മദ് നബി പറഞ്ഞ ഒരു അള്ളാഹു ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ ഒരു വചനം കാണിക്കുമോ? ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നില്ല. നേരിട്ട് പറഞ്ഞൊന്നും നമ്മൾ ആരും പറയുന്നില്ല. ഇത് ജിബ്രീൽ വഴിയാണ് അയച്ചത്. ഇതാണ് അതിൻ്റെ മറുപടി. വെല്ലുവിളിച്ചതിനുള്ള മറുപടി ഇതാണ്. മണ്ടത്തരമായ വെല്ലുവിളിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംഭവത്തിന് പോകേണ്ടി വന്നല്ലോ എന്നുള്ളത് നമ്മുടെ ഒരു ഗതികേട് തന്നെയാണ്. ഇവരാണ് ക്ലബ് ഹൗസിൽ 3 വർഷമായിട്ട് ഞങ്ങൾ ഉസ്താദക്കന്മാരാണ്, ഞങ്ങൾ അപ്പോളജിസ്റ്റുകൾ ഖുറാൻ പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്നു, ഞങ്ങളുടെ ക്ലാസ്സിൽ ആരും വരുന്നില്ല, ഞങ്ങളുടെ ചോദ്യത്തിന് ആരും ഉത്തരവില്ല. ഇതാണ് സ്റ്റാൻഡേർഡ്. ഈ സംഭവത്തിന് വന്ന് വെല്ലുവിളിച്ച ചോദ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണെങ്കിൽ ബാക്കി ഇവരെടുക്കുന്ന ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടായിരിക്കുന്നുള്ളെന്ന് അനുമാനിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വിശ്വസിക്കാത്ത ഒരു കാര്യത്തിന് വലിയ ആൾക്കാരെ ഉപയോഗിച്ച് വെല്ലുവിളിക്കുന്നു. എല്ലാം വിളിച്ചു വരുത്തി 2 സൈഡിൽ നിന്ന് ഓഡിയൻസ് നിൽപ്പുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഓരോ വാക്ക് നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കേണ്ട ഒരു സ്റ്റേജിൽ വന്നിട്ട് പൊട്ട മണ്ടത്തരം വിളിച്ച് പറയാനും ഇവർ തയ്യാറാണെന്നെങ്കിൽ ഇവരുടെ ആ നിലവാരം, ഇസ്ലാം വിമർശന നിലവാരം നിങ്ങൾ ഇതിന് മനസ്സിലായിക്കോളാം. അപ്പം ഇതാണ് ആ വെല്ലുവിളിക്കുള്ള മറുപടി. ഒന്ന്. രണ്ടാമത്തത് പുള്ളി പറയുന്നത് ജിബ്രീൽ വഴി ഇറക്കി കൊടുത്തു എന്ന് ആരോ പറഞ്ഞു എന്ന ഒരു വാക്ക്. അപ്പം ഇതിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ്? പുള്ളി അവർ ലൈനിൽ പറയുന്നെങ്കിലും അത് പുള്ളിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്ലബ് ഹൗസ് ചർച്ചകളൊക്കെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരെന്താണ് ഇവർ മനസ്സിലുള്ളത്, ഇവരെന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പറയാം. അതായത് ഫസ്റ്റ് വഹി പ്രവാചകന് എത്തുന്നത് ജിബ്രീൽ വഴി ആ ഹീറ ഗുഹയിൽ വെച്ചിട്ടാണ്. ആദ്യത്തെ വഹി ഇക്ര വായിക്കുക, നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ള ആ വചനം ഇറങ്ങുന്നത് എവിടെ വെച്ച്? ഹീറ ഗുഹയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം കാണുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ഒന്ന് പതറും. ഇത് ആരാണ്? ഇത് കറക്റ്റ് ഈ പറയുന്ന ജിബ്രീൽ തന്നെയാണോ? മലക്കാണ്, ഞാൻ മലക്കാണ്, ദൂതനാണെന്നൊക്കെ തീർച്ചയായിട്ടും ആ ജിബ്രീൽ പറഞ്ഞിട്ടുണ്ട് പ്രവചൻ്റെ അടുത്ത്. പക്ഷേ ഇത് ജിബ്രീൽ തന്നെയാണോ? ജിബ്രീൽ നിന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ദൈവത്തിൽ നിന്നും ഇങ്ങനെ ഒരു ദൂതൻ വരുമോ, മനുഷ്യൻ്റെ അടുത്ത് വരുമോ എന്നുള്ള ഡൗട്ട് കാരണം ഇനി വേറെ എന്തെങ്കിലും നമുക്ക് തന്നെ എന്തെങ്കിലും പറ്റിയതാണോ എന്നുള്ള ഒരു ഡൗട്ട് പ്രവചകനുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അതിൽ നിന്നും ഒരു ഭയമുണ്ടായിട്ട് വീട്ടിലേക്ക് പോയിട്ട് തൻ്റെ പത്നിയായ ഖദീജയോട് കാര്യങ്ങൾ പറയും. ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി എന്ന് പറയുമ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചീത്തയായിട്ടൊന്നും നടക്കത്തില്ല. കാരണം നിങ്ങൾ ആൾക്കാരോട്ടുള്ള നല്ല ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ തീർച്ചയായിട്ടും ഒരു തെറ്റായ ഒരു ശക്തിയോ അങ്ങനെയൊന്നും വരില്ല എന്ന സർട്ടിഫിക്കറ്റ്. ഇത് കേട്ടോളൂ, ഇത് ആദ്യത്തെ സർട്ടിഫിക്കറ്റാണ്. സ്വന്തം ഭാര്യയിൽ നിന്നും പ്രവാചകൻ്റെ സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. ശ്രദ്ധിച്ചോളൂ, ഇവർക്ക് ഇതൊന്നും കേട്ടാൽ മനസ്സിലാകത്തില്ല. സ്വന്തം ഭാര്യയാണ് സർട്ടിഫൈ ചെയ്യുന്നത്. നിങ്ങൾ പെർഫെക്റ്റായ ആൾക്കാരാണ്, ജനങ്ങളോട് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നു, നല്ല രീതിയിൽ ബന്ധങ്ങൾ പുലർത്തുന്നു, സത്യസന്ധനാണ്, നല്ല നിലയ്ക്ക് സഹായിക്കുന്ന ആൾക്കാരെ എല്ലാം ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കേടുമുണ്ടാവില്ല എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ. ഏത് വലിയ ആളാണെങ്കിലും പുറത്ത് അഭിനയിക്കാൻ പറ്റും, സ്വന്തം ഭാര്യ അടുത്ത് അഭിനയിക്കാൻ പറ്റില്ല. അയാൾ ആരാന്നുള്ളത് കറക്റ്റായിട്ട് ഭാര്യയ്ക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഭാര്യയാണ് സർട്ടിഫൈ ചെയ്യുന്നത് തങ്ങൾക്കൊന്നും പറ്റില്ല എന്നുള്ളത്. എന്നിട്ട് അവിടെ ആ ഭാര്യയുടെ ബന്ധുവായ അങ്കിളായ വറക്ക ബിൻ നൗഫൽ എന്ന ഒരു പുള്ളി അവിടുത്തെ ജാഹിലിയ കാലത്തുള്ള ആളായിരുന്നു. അദ്ദേഹം ക്രിസ്തു മാർഗം സ്വീകരിച്ച ആളാണ്. അങ്ങനെ ആ വേദങ്ങളൊക്കെ വായിക്കാനുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്, വേദങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പം ഈ അള്ളാഹുവിൽ നിന്നും ജിബ്രീൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് അദ്ദേഹം വേദം വായിക്കുന്ന ആളായതുകൊണ്ട് അതിനെക്കുറിച്ച് പുള്ളിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്.
അപ്പം അവിടെ ചെന്നിട്ട് പ്രവാചകൻ ഇത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇതാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല, ഇത് നാമൂസ് എന്ന മലക്ക് തന്നെയാണ് താങ്കളുടെ അടുത്ത് വന്നേക്കുന്നത്. അവരുടെ ബുക്കിൽ അത് അങ്ങനെ ആയിരിക്കും. നാമൂസ് ജിബ്രീലിനെ തന്നെയാണ് നാമൂസ് എന്ന് പറയുന്നത്. ജിബ്രീൽ തന്നെയാണ് അദ്ദേഹത്തിന് വന്നത്, താങ്കൾ അള്ളാഹു പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന വെളിപാടുകൾ ആളുകളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ എതിർക്കും. നിങ്ങളുടെ സ്വന്തം ആൾക്കാർ തന്നെ, നിങ്ങൾ ആരുടെ അടുത്താണോ അല്ലമീൻ സത്യസന്ധൻ എന്ന് പേരെടുത്തത് ആ ആളുകൾ തന്നെ നിങ്ങളെ എതിർക്കും. എന്നിട്ട് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് വന്ന പല പ്രവാചകന്മാർക്കും, എല്ലാ പ്രവാചകന്മാർക്കും ഇതേ അനുഭവം തന്നെയാണ്. വെച്ചാൽ ആ സമുദായത്തിൽ ദൈവവിശ്വാസത്തിൽ നിന്നും ഒരുപാട് തെറ്റിയ അനാചാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ആ ജനതയിൽ നിന്ന് തന്നെ അള്ളാഹു ഒരു പ്രവാചകനെ ഈ ദൗത്യം ഏൽപ്പിക്കുക. ഒരാളിനെ പ്രവാചകത്വം കൊടുത്തിട്ട് ഈ മെസ്സേജ് പോയി ആൾക്കാർക്ക് പറയുക എന്ന ദൗത്യം ആ ജനതയിൽ നിന്ന് തന്നെ ഏൽപ്പിക്കുക. അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്നതൊന്നും ശരിയല്ല, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, നിങ്ങളായിട്ട് സങ്കല്പിച്ച ദൈവങ്ങളെ ആരാധിക്കരുത്, ദൈവത്തിന് പുത്രനുണ്ട് പുത്രിയുണ്ട് എന്ന് നിങ്ങൾ പറയരുത് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. നമ്മൾ ആരാധിക്കുന്ന ദിവ്യമായി കരുതുന്ന ആളുകളെയാണല്ലോ ഇല്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവരെതിർക്കും. അവസാനം ആ നാട് വിട്ട് തന്നെ ഓടേണ്ടി വരും. ഇങ്ങനെ മുമ്പുള്ള പല പ്രവചനങ്ങളും നടന്നിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ പുള്ളി പറയുന്നു, താങ്കൾക്കും ഇത് സംഭവിക്കും, ഈ നാടിൽ നിന്ന് തന്നെ താങ്കളെ പുറത്താക്കും, അന്ന് ഞാൻ ജീവനോടുണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ തിരിച്ചു വയ്ക്കുന്നുണ്ട്, എന്നെയാണോ അവർ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക? അപ്പോൾ ആശ്ചര്യം നോക്കണത്, ഞാൻ അവരുടെ ഇടയിൽ സർവ്വസമ്മതനാണ്, എല്ലാത്തിനും എല്ലാ ആൾക്കാരും എന്നോട് സ്നേഹമാണ്, അവരുടെ വിശ്വസ്തനാണ്, അവരുടെ വീട്ടിലെ വിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം അവർ പുറത്തു പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അത്രയും വിശ്വസിക്കുന്ന ആൾക്കാർ, ഇത്രയും സ്നേഹത്തോടെ എന്നെ പെരുമാറുന്ന ആൾക്കാർ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുമോ, എന്നെ അവർ പുറത്താക്കുമോ തിരിച്ചു ചോദിക്കും. ഈ സീരിയസ്നെസ് അറിയത്തില്ല, ഇതെന്താണ് ഈ മെസ്സേജിൻ്റെ സീരിയസ്നെസ്. ഒരു ദൈവമേ ഉള്ളൂ, ഈ ലോകത്തിൽ ഒരു ഒറ്റ സിട്ടാവേ ഉള്ളൂ, ആ സിട്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പോയിട്ട് ബഹുദൈവ വിശ്വാസികളായ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് റിയാക്ട് ചെയ്യും. ഇതൊന്നും പറയുന്നില്ല, ആയത്ത് വന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം വറഖ ബിൻ നൗഫൽ വേദങ്ങൾ വായിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇതറിയാം, പഴയ പ്രവാചകന്മാർക്ക് വന്ന അനുഭവങ്ങൾ ഇതുപോലെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിനടുത്ത് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇത് ഹദീസുകളിൽ ഉള്ളതാണ്. ഇത് വെച്ചിട്ടാണ് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത്. ആരോ പറഞ്ഞു ജിബ്രീൽ വഴി ഇത് ഇറക്കി എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വറഖ ബിൻ നൗഫൽ, ഇവർ കളിയാക്കി പറയുന്നത് ഭാര്യ വീട്ടുകാർ അദ്ദേഹത്തെ പ്രവാചകനാക്കി എന്നാണ്. അതായത് ഇപ്പോൾ വറഖ ബിൻ നൗഫൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഇത് ജിബ്രീലാണെന്ന് അത് പ്രവാചകന് മനസ്സിലാവത്തേ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വറഖ ബിൻ നൗഫൽ ഇല്ല എന്ന് തന്നെ വിചാരിക്കുക. ഇത് പ്രവാചകനുണ്ടായ സംശയം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരോട് ഇങ്ങനെ ഇടപെടുവോ ദൈവം എന്നുള്ളതായിരുന്നു അവരുടെ പ്രവാചകൻ്റെ സംശയം. ഇത് വറഖ ബിൻ നൗഫൽ ഉണ്ട്, ഇത് ഇതേപോലെ പഴയ വേദങ്ങളുണ്ട് എന്ന് പറഞ്ഞ് തെളിയിക്കുകയും ചെയ്തു. ഈ സംഭവം ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, പ്രവാചകന് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് 1094. ഈ ഒരു വചനം ഈ അപ്പോളജറ്റിക്സുകൾ, ഈ ക്രിസ്ത്യൻ വിമർശകർ എപ്പോഴും എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു വചനമാണ്. ഇതിനകത്ത് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഈ ഉത്ബോധനത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വേദം അവതരിപ്പിച്ച ആളുകളോട് നീ പോയി ചോദിക്കുക എന്ന വചനമാണ് ഈ 1094. ഇതിനെ ഈ അപ്പോളജറ്റിക്സുകൾ എങ്ങനെ ആക്കുമെന്ന് വെച്ചാൽ, നിനക്ക് ഖുറാനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ പോയി വേറെക്കാരോട് ചോദിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ പറയുക. അതായത് ഖുറാനിൽ ഒരു വചനം വായിച്ചിട്ട് ഡൗട്ടുണ്ടോ, ഉടനെ പോയി ഇവരത് ചോദിക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ഡൗട്ടും പ്രവാചകന് വന്നിട്ടുമില്ല, അവർ പോയി ചോദിച്ചിട്ടുമില്ല. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉത്ബോധനം, ഇഫ് യു ആർ ഇൻ ഡൗട്ട് അബൌട്ട് ദിസ് റെവലേഷൻ, അങ്ങനെയാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഈ ഉത്ബോധനം ആരുടെ പക്കലാണ് നിന്ന് വന്നേക്കുന്നത് എന്നുള്ളത് അത് ക്ലിയർ ആയിട്ട് 16:43 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് ഇത് അള്ളാഹുവിൽ നിന്നും അടുത്ത ലൈനിൽ പറയുന്നത്, ദിസ് ഈസ് ഫ്രം അല്ലാ യുവർ ലോഡ് എന്ന് പറയുന്നുണ്ട്. ഈ 10:94 തന്നെ നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ വേദങ്ങൾ ഓതുന്ന ആൾക്കാരോട് ചോദിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. ആ ഡൗട്ടായിരുന്നു പ്രവചനം ഉണ്ടായിരുന്നത്, അല്ലാതെ ഖുറാനിലുള്ള ഡൗട്ടല്ല. ഈ ആയത്തിന് എന്താണ് വിശദീകരണം എന്നുള്ള എല്ലാ ഡൗട്ട് ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണോ വരുന്നത് എന്നുള്ളത് അദ്ദേഹം ആദ്യത്തെ റെവലേഷൻ വന്നപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് അള്ളാഹു ക്ലിയർ ആയിട്ട് പറയുന്നു, ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. നീ വിചാരിക്കുന്നതിനൊക്കെ മറ്റു ശക്തികളോ അങ്ങനെയൊന്നുമില്ല, ഇത് ഇത് ജിബ്രീൽ തന്നെയാണ്, ഇത് എന്നിൽ നിന്നും തന്നെയാണ് എന്നുള്ളത് അത് പഴയ വേദങ്ങളിലും ഉണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രവാചകൻ ഏതാണ്ട് ഒരു സമാധാനമായി. പിന്നെ ഇത് കഴിഞ്ഞ് പല ആവർത്തി ജിബ്രീൽ വന്നിട്ടുണ്ട്, ജിബ്രീലിൻ്റെ ഒറിജിനൽ ഫോമിൽ പ്രവാചകൻ കാണുന്നുണ്ട്. ഇപ്പം വറഖ ബിൻ നൗഫൽ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാവും ഇത് ജിബ്രീൽ തന്നെയാണെന്ന്, ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണെന്നുള്ളത് പിന്നീട് ഉള്ള റെവലേഷനിൽ മനസ്സിലാവും. അതൊന്നും വേണ്ട, അവസാനം ആകാശയാത്രയ്ക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും കാണുമ്പോഴും പ്രവാചകൻ അറിയത്തില്ല ഇത് ജിബ്രീലാന്ന്, നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് തന്നെ അള്ളാഹുവിൻ്റെ ദൂതനാന്ന് ഭാര്യ വീട്ടുകാർ പറഞ്ഞിട്ടാണോ അറിയാനായിട്ട്.
അതുകൊണ്ട് ഇത് ആരോ പറഞ്ഞതുകൊണ്ട് പ്രവാചകനായതല്ല, ഇത് അദ്ദേഹത്തിന് തന്നെ നല്ലപോലെ കൺവിൻസ് ആയിട്ടുണ്ട്. കൺവിൻസ് ആയത് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഇത് വന്നത് ജിബ്രീൽ തന്നെയാണ് എന്നുള്ളത് പ്രവാചകന് സ്വന്തമായി വറഖ ബിൻ നൗഫൽ പറഞ്ഞില്ലെങ്കിലും പ്രവാചകന് നല്ലപോലെ അറിയാം. ഈ ഒരു പ്രാവശ്യം മാത്രം വന്നിട്ട് പോയതാണെങ്കിലും നമുക്ക് പറയാമായിരുന്നു, ഇത് ഒരിക്കലല്ലേ പറഞ്ഞുള്ളത്, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹ്യൂമൻ ഫോമിൽ വന്നിട്ടുണ്ട്, ജിബ്രീൽ വന്നിട്ട് ഈ ഖുർആൻ മൊത്തം വഹിയായിട്ട് പ്രവാചകന് തന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അറിയത്തില്ല ഇത് ജിബ്രീലാണെന്നുള്ളത്. ഒരിക്കലല്ലല്ലോ വന്നിട്ട് പോയത്, മൊത്തം ഖുർആനും ജിബ്രീലാണ് കൊണ്ടുവന്ന് അവതരിപ്പിച്ച് കൊടുത്തത്. പിന്നെ അല്ലാത്ത വഹികളുണ്ട്. ഖുർആൻ മാത്രമല്ല, അല്ലാത്ത പല വഹികളും ജിബ്രീൽ തന്നിട്ടുണ്ട്. ഖുർആനില്ല, ജിബ്രീൽ തന്ന എല്ലാ വഹിയും ഖുർആനിലില്ല, അല്ലാത്തതും ഹദീസുകളായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ പ്രവാചകന് നല്ലപോലെ അറിയാം ഇത് ജിബ്രീൽ തന്നെയാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ളത് പ്രവാചകന് നല്ലപോലെ അറിയാം. വറക്ക പറഞ്ഞതുകൊണ്ടല്ല. അതുകൊണ്ട് ഭാര്യ വീട്ടുകാർ പ്രവാചകനാക്കി എന്നുള്ളത് അത് ശരിയല്ല. പ്രവാചകന് പല സന്ദർഭങ്ങളിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ജിബ്രീൽ വന്നിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതിന് നമുക്ക് തെളിവ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹം അതിന് ശേഷം നടന്നത്, അതിന് മുമ്പ് നടന്നതും നമുക്കറിയാം. അല്ലമീൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അവിടെ ആൾക്കാർ കൊടുത്ത ടൈറ്റിൽ തന്നെ, സത്യസന്ധൻ എന്നുള്ളത്. എന്നിട്ട് ഇത് പോയി ജനങ്ങളോട് പറയുകയാണ്, എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ റിയാക്ട് ചെയ്യും. അത് വിശ്വസിക്കും, അവർ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും കണ്ട് വിശ്വസിക്കാനാണെങ്കിലേ മനുഷ്യന് അള്ളാഹു ഈ നമുക്ക് തന്ന ബുദ്ധി തരേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യൻ സൈഡിൽ നിന്ന് സാറിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. അവർക്ക് പറയുന്നത് കാണണമെന്നാണ്, കണ്ടേ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ആര് കണ്ടു, ജിബ്രീൽ വന്നത് ആര് കണ്ടു, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ട് വിശ്വസിക്കാനാണെങ്കിൽ നമുക്ക് ബുദ്ധി എന്തിനാ? നമ്മൾ ബുദ്ധി വെച്ച് ചിന്തിച്ച് ഒരാൾ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. കണ്ട് വിശ്വസിക്കാനാണെങ്കിൽ പട്ടിയും വിശ്വസിക്കും, പൂച്ചയും വിശ്വസിക്കും. അതിൻ്റെ യജമാനൻ ആരാന്ന് പറയാം. യുക്തിവാദികളുടെ ചോദ്യമായിപ്പോൾ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. കണ്ടല്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം ഇത് ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണോ, ഇത് ഒരാൾ പറയുന്നത് ശരിയാണോ എന്നുള്ളതിന് അതിന് ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻ സൈഡിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇത് ദൈവം വന്നത്, നിങ്ങളിൽ യേശു ദൈവമാണെന്നോ ദൈവം അയച്ച ആളാണെന്നോ നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞതാണ്? അന്നത്തെ ആൾക്കാർ ആരെങ്കിലും കണ്ടോ? അത് കണ്ട് കറക്റ്റായി ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ബൈബിൾ എന്നുള്ളത് കറക്റ്റ് ട്രാൻസ്മിഷൻ അല്ല, അത് ആൾക്കാർ പലതും കേട്ട് കഴിവിൽ ആരൊക്കെയോ എഴുതിയ ബുക്ക് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിന് ആണ് ശരിക്കും ഒരു ബേസിസ് ഇല്ലാത്തത്. മോളിൽ നിന്ന് ശബ്ദം കേട്ടു എന്ന് പറയും. എന്ത് ശബ്ദം കേട്ടു, ആര് കേട്ടു, അത് ദൈവത്തിൻ്റെയാണോ ഡെവിലിൻ്റെ ആണോ എങ്ങനെ അറിയാൻ പറ്റും? സാത്താനും കൊണ്ടുപോയി ജീസസിനെ പരീക്ഷിച്ചെന്നല്ലേ പറഞ്ഞു. സാത്താൻ മോളിൽ നിന്ന് പറഞ്ഞാണെങ്കിൽ ഇവൻ എൻ്റെ പുത്രനാണെന്ന് പറഞ്ഞെങ്കിൽ ഇതിനൊന്നും ഒരു തെളിവ് നിൽക്കില്ല. ഞങ്ങൾക്ക് തെളിവുണ്ട്. അപ്പോൾ ഞങ്ങളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താ തെളിവ്? കണ്ടോന്ന് വെച്ചാൽ കണ്ടില്ല. കണ്ട് മനസ്സിലാക്കാനാണെങ്കിൽ മനുഷ്യൻ്റെ സവിശേഷ ബുദ്ധി വേണ്ട. വേറെ പല രീതികളുണ്ട്. ഒരു പുക ഒരു സ്ഥലത്ത് നിന്ന് വരികയാണെങ്കിൽ തീ കാണണമെന്നില്ല, പുക കണ്ടിട്ട് മനസ്സിലാക്കാൻ താഴെ തീ ഉണ്ടെന്നുള്ളത്. അപ്പോൾ പ്രവാചകനാണെന്നുള്ളതിന് ജിബ്രീൽ വന്ന് ആയത്ത് കൊടുക്കുന്നത് കണ്ടാലേ പ്രവാചകനാണെന്ന് വിശ്വസിക്കുമെന്ന് പറയുന്നത് ശരിയല്ല, ബുദ്ധിയല്ല, അത് ലോജിക്കല്ല. അത് അല്ലാത്ത പല രീതികളുണ്ട്. അതാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഖുർആൻ വയ്ക്കുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ ആളുകൾ ചോദിച്ചു, ജിബ്രീലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജിബ്രീലാണെന്നല്ല, നിങ്ങൾ ഒരു ദൈവത്തെ മാത്രമേ വിശ്വസിക്കാവൂ, ഒരു ഏകദൈവമാണ് ഈ ലോകത്തിന് സൃഷ്ടിച്ചത്, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. നിങ്ങളായിട്ട് കൈകൊണ്ടുണ്ടാക്കിയ കല്ലും മണ്ണും മറ്റു ജനങ്ങൾ ആൾക്കാരൊന്നും ശരിയല്ല, അതൊന്നും ദൈവങ്ങളല്ല, വിശ്വസിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് അവർ എതിർത്തു. അപ്പോൾ പറഞ്ഞു, അപ്പോഴാണ് തെളിവ് വയ്ക്കുന്നത്. ഖുർആൻ്റെ 10-16 തെളിവായിട്ട് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ കൂടെ ഇത്രയും വർഷം ജീവിച്ച ആളല്ലയോ? അതിൻ്റെ അർത്ഥം ഞാൻ ഒരു കള്ളമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഈ ലോകത്തിൻ്റെ ആദായത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. 10-16 പ്രവാചകൻ നബി പറയുക, ഞാൻ നിങ്ങളുടെ കൂടെ ഇത്രയും കാലം കുറേ കാലം ഇവിടെ തന്നെ ജീവിച്ചാൽ, ഞാൻ വെളിയിൽ നിന്ന് വന്ന് പറയല്ലോ, നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ജനിച്ചതുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കുന്ന ആളാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഫാൾട്ട്, ഒരു റിമാർക്ക് എൻ്റെ പുറത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ പ്രവാചകൻ്റെ ക്യാരക്ടർ തന്നെയാണ് അവിടെ പ്രൂഫായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതും കള്ളമല്ല. ഇങ്ങനെ പല സംഭവങ്ങളും കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ബന്ധുക്കളെല്ലാം വിളിപ്പിച്ച് ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് എല്ലാവരും വിളിപ്പിക്കും, അർച്ചനായിട്ട് വരാൻ പറയും. വന്നിട്ട് മലയുടെ മുകളിൽ നിന്നിട്ട് ഈ മലയുടെ ഈ സൈഡിലൊക്കെ ബന്ധുക്കൾ വന്നിരിക്കും. എന്തിനാണ് വിളിച്ചതെന്ന് നോക്കുമ്പോൾ ഈ മെസ്സേജ് പറയും, ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങളായിട്ട് കൽപ്പിച്ചുണ്ടാക്കിയത്, അതിനെയൊന്നും വണങ്ങരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്താണ് അബുലഹബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂത്താപ്പ മണ്ണെടുത്ത് എറിഞ്ഞ് ശപിക്കുന്നത്. ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചത്, നീ നാശമായിട്ട് പോകും എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിന് മുമ്പ് പറയും, ഈ മെസ്സേജ് പറയുന്നതിന് മുമ്പേ പറയും, ഞാൻ ഈ മലയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഈ മലയുടെ ബാക്ക് സൈഡിൽ എന്തോ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറയുന്നു, ഈ ബാക്ക് സൈഡിൽ നിന്ന് ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഏകകണ്ഠേന പറയും, ഞങ്ങൾ വിശ്വസിക്കുന്നു, കാരണം നീ മുമ്പ് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതിനുശേഷമാണ് ഈ മെസ്സേജ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ കേട്ടോ, ഈ പ്രപഞ്ചത്തിലൊരു ദൈവമേ ഉള്ളൂ. അപ്പോഴാണ് അവർ എതിർക്കുന്നത്. അപ്പം താൻ പറയുന്നത് സത്യമാണെന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ് തെളിവായിട്ട് വെച്ചേക്കുന്നത്. ഈ പ്രൂഫായിട്ട് അള്ളാഹു ഖുർആനിൽ പറയാൻ പറഞ്ഞതും പ്രവാചകൻ തെളിയിച്ച് കാണിച്ചത് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ പ്രവാചകത്തിന് മുമ്പും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പെർഫെക്റ്റ് ആയിരുന്നു, അതിന് ശേഷം പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വിശ്വസിക്കത്തില്ല. ഇതിപ്പോൾ സാധാരണ ക്ലബ് ഹൗസുകൾ വളരെ മോശമായിട്ട് പ്രവാചകനെ കുറിച്ച് പറയുന്നത് കാരണം ശരിയായ ന്യൂസ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, ശരിയായ ഹദീസ് വെച്ചല്ല ചെയ്യുന്നത്, വളരെ തെറ്റായ ഹദീസുകളും അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് മോശമായിട്ട് അവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പറയുന്ന രീതിക്കുള്ള ഒരാളായിരുന്നെങ്കിൽ അവർ അന്നേ ഓടിപ്പോയെന്നെ, അവർ വിശ്വസിക്കത്തില്ല. അത് എതിർക്കാൻ കാരണം നോക്കിയിരിക്കുമായിരുന്നു അവർ, എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കിട്ടുമെന്നുള്ളത്. ഒരു ഡിഫക്റ്റും ഇല്ല എന്നുള്ള രീതിയിൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ വിശ്വസിച്ചത് ആൾക്കാർ. അങ്ങനെ ഒരുപാട് പ്രൂഫ് കാണാം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. ഇതിന് മുമ്പും പ്രവാചകനായതിനു ശേഷമുള്ള ക്യാരക്ടർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരെണ്ണം കാണാം. ബുഖാരിയിലെ 4971 ഒരു ഹദീസ്, വലിയൊരു ഹദീസാണ്, നിങ്ങൾ വായിച്ചാൽ അറിയാം. ഹെർക്കുലീസ് രാജാവ് ഇദ്ദേഹത്തെ എതിർത്തതിൽ നമ്പർ 1 ആയിരുന്ന അബു സുഫിയാനെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇതാരാണ് വന്നേക്കുന്നത്, നിങ്ങൾ പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് പറയൂ എന്നും പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പുള്ളിക്ക് കള്ളം പറയാൻ പറ്റാത്ത, പുള്ളി എതിരാളിയാണ്, പക്ഷെ തെറ്റ് പറയാം, എതിർക്കുന്ന ആളാണ്. തമ്മിൽ പല യുദ്ധങ്ങളും സംഘടനകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണത്. പ്രവാചകനും ഈ അബു സുഫിയാനും തമ്മിൽ വഴക്കുകൾ, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എതിരാളിയാണ്, അബു സുഫിയാൻ വിശ്വസിച്ച ആളല്ല. ആ ആളോടാണ് ചോദിക്കുന്നത്, ആരാണ് ഈ ഹെർക്കുലീസ് മന്നൻ, റോമ സാമ്രാജ്യത്തിൻ്റെ ആ രാജാവ് ചോദിക്കുന്നത്. കുറേ ചോദ്യം, അതിനകത്ത് വലിയൊരു ഹദീസാണ്, 2 ചോദ്യം മാത്രം ചോദിക്കും. അദ്ദേഹം കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഇതിന് മുമ്പ് ഒരു കള്ളം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അദ്ദേഹം ഒരു നോബിൾ ഫാമിലി, ഉന്നതമായ ഫാമിലിയിൽ ജനിച്ച ആളാണ്. ഇന്ന് ക്രിസംഗികൾ എന്ന് പറഞ്ഞ് TF എന്നും പറഞ്ഞ് ആൾക്കാർ വളരെ മോശമായിട്ട് പ്രവാചകൻ്റെ 4 വർഷത്തിന് ശേഷമാണ് ജനിച്ചത് എന്ന് ഒരു തെറ്റായ ഒരു സീറയിലോ ഇതിലോ വന്ന ഒരു ന്യൂസ് വെച്ചിട്ട് വളരെ മോശമായിട്ട് ക്ലബ് ഹൗസ് മൊത്തവും പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് നേരെ എതിരാണ് ഇത് സഹിയായ ഹദീസാണ്. ഇതിൻ്റെ ആരൊക്കെ സനതുള്ള പെർഫെക്റ്റായ ആൾക്കാരെല്ലാം കറക്റ്റ് ചെയിൻ ഓഫ് നരേഷനുള്ള ഒരു ഹദീസിലാണ് പറയുന്നത്. എതിരാളി, എനിമിയാണ് പറയുന്നത്. ഒരു നോബൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ വിമർശിക്കുന്നത്. 4 വർഷം കഴിഞ്ഞ് ജനിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മോശം. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ഇത് എവിടെ കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഈ പാവം കളയുന്നുള്ള അറിയാൻ വയ്യ. അപ്പം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നാവിനെ സൂക്ഷിച്ച് നിങ്ങൾ സംസാരിക്കുക. ഇത് ക്ലിയർ ആയിട്ട് അദ്ദേഹം തെറ്റായ നിങ്ങൾ പറയുന്ന ആളാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്, ബാക്കിൽ ആൾക്കാർ കേട്ടോണ്ടിരിക്കുക. അപ്പം എതിരാളികൾ പോലും നിങ്ങൾ പറയുന്ന ഒരു ആരോപണം ഇവിടെ പറയുന്നില്ല, നിങ്ങൾ പറയുന്ന ഒരു ചീത്ത കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്, നോബൽ ഫാമിലിയാണ്, അങ്ങനെ അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്വന്തം ഭാര്യ ആയിഷ, നിങ്ങൾ വലിയ മുതലക്കടയിൽ ഒഴിക്കുന്ന കൊച്ചു കുഞ്ഞാണെന്നൊക്കെ പറയുന്ന, അങ്ങനെ ചെയ്യുന്നു, ഒന്നും ചെയ്തിട്ടില്ല. ആ ഭാര്യയുടെ വാക്ക് കേൾക്കണം. നിങ്ങളല്ലല്ലോ അനുഭവിച്ചത്, കൂടെ നിന്ന് ജീവിച്ചത് ആയിഷ ബിയാണ് പറയേണ്ടത്. ആയിഷയോട് ചോദിക്കുന്ന ക്യാരക്ടർ കറക്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഖുറാനാണ്, പെർഫെക്റ്റ് കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കൈ മറ്റൊരു സ്ത്രീയുടെ ദേഹത്ത് തൊട്ടിട്ടില്ല, ഒരു അന്യ സ്ത്രീയുടെ ദേഹത്ത് അദ്ദേഹത്തിൻ്റെ കൈ തൊട്ടിട്ടില്ല എന്നുള്ളത് ബുഖാരി 7214 കാണാം നമുക്ക്. ആയിഷ ബീവിയുടെ സർട്ടിഫിക്കറ്റ്, സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ്. നിങ്ങളിവിടെ നിന്ന് വിമർശിക്കുന്നത് എന്താ കണ്ടിട്ടാണ് വിമർശിക്കുന്നത്? ചില ലൈഫായ ഹദീസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വിമർശിക്കുന്നു. സ്വന്തം ഭാര്യ പറയുന്നു ഒരു അന്യ സ്ത്രീയുടെ ദേഹത്ത് പോലും അദ്ദേഹത്തിൻ്റെ കൈപ്പെട്ടിട്ടില്ല എന്നുള്ളത്. മറ്റേത് ഞാൻ ബുഖാരി 7 അബു സുഫിയാൻ്റെ ഹദീസ്. അതുപോലെ മലയുടെ മുകളിൽ നിന്ന് ആൾക്കാരോട് പറഞ്ഞെന്നുള്ളത് 4971 അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം ആരോ പറഞ്ഞിട്ടല്ല പ്രവാചകനായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും പിന്നെ ഖുറാൻ. ഇന്ന് നമ്മൾ കാലാകാലത്തിനും അന്നത്തെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഉണ്ട് വിശ്വസിച്ചെങ്കിൽ ഇന്ന് നമ്മളെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ദൈവിക വചനം എന്ന് പറയുന്ന ഖുറാനെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുമാണ് പ്രൂഫ്. അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അതെങ്ങനെയാണ് ദൈവിക ഗ്രന്ഥം തെളിയിക്കുക എന്നുള്ളത് സെപ്പറേറ്റ് ടോപ്പിക്കാണത്. അത് ദൈവിക ഗ്രന്ഥം തന്നെയാണെന്നുള്ളതിന് ഒരുപാട് രീതിയിൽ അത് തെളിയിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ അദ്ദേഹം പ്രവാചകനാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഭാര്യ വീട്ടുകാർ പറഞ്ഞുകൊണ്ടോ ആരോ പറഞ്ഞതുകൊണ്ടോ, ഭാര്യ അത് പറഞ്ഞ പോലെ ആ ഒരു ലൈനാണ് ഞാൻ എത്ര മലർ പറഞ്ഞത്, ആരോ പറഞ്ഞു ഖുറാൻ ജിബ്രീൽ വഴി ഇറക്കി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആരോ പറഞ്ഞതുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും ഖുറാൻ എന്നുള്ള ആ മെസ്സേജ് അനലൈസ് ചെയ്ത് നോക്കിയിട്ടാണ് ഇന്ന് ലോകത്തുനിന്ന് ഒരുപാട് ഭാഗത്തുനിന്ന് പല ആൾക്കാരും ഇസ്ലാമിനെ നോക്കി വരാൻ കാരണം ഈ ഖുറാനാണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്. ഇതാണ് ഞങ്ങളുടെ തെളിവ്. അല്ലാതെ കണ്ട് മനസ്സിലാക്കണമെന്നുള്ളത് ലോജിക്കലല്ല. നേരത്തെ പറഞ്ഞ റീസൺ കൊണ്ട് മനുഷ്യല്ല ഇത് ഇച്ചിരി നീണ്ടുപോയി. ആ ഒരു ലൈനിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് മാനദണ്ഡം. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പിന്നെ ഈ ഖുറാൻ എന്നുള്ള മെസ്സേജ് അത് നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞതല്ല. ഇത് സ്വന്തം ഒരു മനുഷ്യൻ്റെ തലയിൽ വരാൻ പറ്റുന്ന ആശയമല്ല. ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. അതിന് ഒരു തെളിവ് കൂടെ പറയാനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് വാര്യർ എന്ന് പറയുന്ന ആൾ തന്നെ ആ സംഭവത്തിൽ ഒരു ബൈബിൾ വാക്യം അറബിയിൽ ഓതുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അത് പുള്ളി അധിക്ഷേപിക്കുന്നതും പിന്നെ നമുക്ക് കേൾക്കാം. ഈ അറബി വായിക്കുന്ന ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കറബറ എന്നുള്ള ആ രീതിയിലുള്ള ഒരു വായനയാണ്. അറബി അറിയത്തുമില്ല, വായിക്കാനും അറിയത്തില്ല. അത് ഒരുമാതിരി ഇംഗ്ലീഷ് സ്ലാങ് പോലെയൊക്കെയാണ്. വായിച്ച ആ കൂടെ കടിച്ചു തുപ്പിയ പോലെ ഒരു അറബി പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒറിജിനൽ ആ ടെക്സ്റ്റ് പുള്ളി വായിച്ച ബൈബിളിൽ നിന്നുള്ള ടെക്സ്റ്റാണത്. അതിൻ്റെ ശരിക്കും വായിക്കാൻ അറിയാവുന്ന ഒരാളിനെ കൊണ്ട് അറബി നിങ്ങൾ കേൾക്കുക, ആ അറബിയും കേൾക്കുക, ഖുറാനിലെ ഒരായത്തിൽ അറബി നിങ്ങൾ കേൾക്കുക.
അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഖുറാനിൻ്റെ ആ മാധുര്യം. അത് അതിനകത്ത് ഒരു വാക്ക് ഇതിനൊരു എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. ഒരു വാക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആ ബൈബിൾ ടെക്സ്റ്റ് വായിച്ചത് അറബിയിൽ. അതേസമയം ഖുറാനിൽ അങ്ങനെ ഉണ്ടോ നോക്കണം. അങ്ങനെ ഒരിക്കലും ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അരോചകമായിട്ട് തോന്നില്ല. അത് കേട്ട ഒരുമാതിരി തോന്നും. അത് ഖുറാനല്ലാന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അറബിയാണ്, പക്ഷേ ഖുറാനല്ലാന്ന് പറയാൻ പറ്റും. ഖുറാൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അറബി അറിയാത്ത ആൾ ഇത് രണ്ടും കേട്ട് കഴിഞ്ഞാൽ ഇത് ആനയാണ് തമ്മിൽ വ്യത്യാസം ക്ലിയർ ആയിട്ട് പറയും. ബൈബിൾ അറബിയിൽ വായിക്കുന്നതും ഖുറാൻ അറബിയിൽ വായിക്കുന്നതും അറബി അറിയാത്ത ഒരാൾ കേട്ടാലും ഖുറാൻ്റെ ആ ശൈലി ഉണ്ടല്ലോ വായിക്കുന്നത് കേട്ടാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അത് കേൾക്കാൻ അത്ര ഇൻഡോമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് തെളിയിക്കുക ഇത് ഖുറാനാണെന്നുള്ളത്. അറബിക് ലിറ്ററേച്ചർ വെച്ചിട്ടും അതിൻ്റെ ഭാഷാ സൗന്ദര്യം കൊണ്ടും ഇങ്ങനെ പല ആംഗിളിൽ ഇത് ഖുറാനാണെന്ന് തെളിയിക്കും. ഖുറാനാണെങ്കിൽ അദ്ദേഹം പ്രവാചകൻ തന്നെയാണ്. ഇങ്ങനെയാണ് മുസ്ലിങ്ങളത് പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നത്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടല്ല. ബാക്കിയുള്ള ആരാണെങ്കിലും അടുത്ത പാട്ടിൽ